ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം നേരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ചെറിയ കുറച്ച് ഓർഗനൈസിങ് കാര്യങ്ങളും പിന്നെ ചെറിയൊരു മേക്ക് ഓവറും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ നാളായാലും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ വെജിറ്റബിൾസ് വാങ്ങുന്ന ദിവസമാണ് ഞാൻ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കാറുള്ളത്. അപ്പോൾ ആ ദിവസം ഞാൻ ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷം വാങ്ങിയ വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഓർഗനൈസേഴ്സിൽ ഒതുക്കിയൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 1-2 യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഴ്സും രീതികളും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു നെറ്റ് ബാഗിലാണ് ഞാൻ ആദ്യം പച്ചക്കറികളെല്ലാം തന്നെ സ്റ്റോർ ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ ചില പച്ചക്കറികൾ സ്റ്റോർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ ചില ഐറ്റംസ് ഇതിൽ സ്റ്റോർ ചെയ്യുമ്പോൾ കേട് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ സ്റ്റോർ ചെയ്യാനുള്ളത് കായ, അതുപോലെ തന്നെ ബീട്രൂട്ട്, ഇനി മുഴുവനായിട്ടുള്ള വല്ല പച്ചക്കറികൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാം. പക്ഷേ ചില പച്ചക്കറികൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ ബാഗുകളിലൊക്കെ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിലെ തണുപ്പ് കൊണ്ട് അതൊക്കെ ഇങ്ങനെ കേടായി പോകും. അതുപോലെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ അതിൻ്റെ മുൻഭാഗമൊക്കെ ഇങ്ങനെ നാശാമെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനത്തെ ക്ലിംഗ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റാപ്പ് വെച്ചിട്ട് മുൻഭാഗം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ കടകളിൽ പോയപ്പോഴാണ് കണ്ടത് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്പളങ്ങ ആയാലും ചേന ആയാലും മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് അടുത്തൊരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ അത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഇത് തന്നെയാണ് ഞാൻ വെക്കാറുള്ളത്. ഇനി കോളിഫ്ലവറും കേടുകൂടാതിരിക്കാൻ ഈ ഒരു രീതി തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡൽ ബോക്സ് ആണ് കേട്ടോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് പച്ചക്കറിയും നമുക്ക് കേടുകൂടാതെ വെക്കാൻ പറ്റും. പക്ഷേ ചില പച്ചക്കറികളെ ഷേപ്പ് കൊണ്ട് നമുക്കിതിൽ വെക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ വെക്കുന്നത് വെണ്ടക്കായ, നാരങ്ങ, തക്കാളി, ഇഞ്ചി, അതുപോലെ തന്നെ ക്യാരറ്റ്, വഴുതനങ്ങ, ഇതൊക്കെ നമുക്കിതിൽ വളരെ സുഖമായിട്ട് വെക്കാം, ഒട്ടും തന്നെ കേട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ട്രേ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വരുന്ന പച്ചക്കറി ഇങ്ങനെ മൂടിയിരിക്കുമ്പോൾ വരുന്ന കുറച്ച് വെള്ളം ഉണ്ടാവും, അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് മാറ്റി കളഞ്ഞാൽ മതി. പക്ഷേ പച്ചക്കറികൾ നന്നായിട്ട് അതിലിരിക്കുന്നുണ്ട്. ഒരു 10-15 ദിവസം വരെ ഇതിൽ നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്രയും ദിവസം വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, പക്ഷേ അത്രയും വരെ ഇരുന്നാൽ പോലും അതിൽ കേട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെയുള്ള ഈ ബോക്സിൻ്റെ തന്നെ വലിയത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലുത് സ്ക്വയർ ഷേപ്പിലാണ് വരണം. അപ്പോൾ ചില പച്ചക്കറികളുടെ ഷേപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ ആദ്യം കാണിച്ച ബോക്സിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് മേടിച്ചാൽ, പ്രത്യേകിച്ച് തക്കാളിയൊക്കെ പല അളവിൽ വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ബോക്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ഞാൻ 4 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് ഇങ്ങനെയുള്ള ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഈ ബോക്സിൽ തന്നെ 4 കമ്പാർട്ട്മെൻറ്റുള്ള മോഡൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം കേടുവരാതെ. ഞാനത് ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, 4 കമ്പാർട്ട്മെൻറ്റുള്ള ഇതുപോലൊരു ബോക്സ്. അപ്പോൾ ഇതിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ടിഷ്യൂ വെക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ എക്സ്ട്രാ വരുന്ന വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അത് കേടുവരും. മല്ലിയിലും പുതിനയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ ഈ പറഞ്ഞ ബോക്സിൽ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിൽ മല്ലിയിലും പുതിനയിലും വെക്കാം. അതിനുശേഷം അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റീയൂസബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അതിൽ വെള്ളം നനവ് വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് അത് ഉണക്കാട്ട് കഴിഞ്ഞാൽ വീണ്ടും റീയൂസ് ചെയ്യാം. സാധാരണ ടിഷ്യൂ വെച്ചാൽ ആ നനവ് വന്ന് പിന്നെ കീറിപ്പോവും. അപ്പോൾ അതിൽ നല്ലത് ഇങ്ങനത്തെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കാം. ഇനി മുറിക്കാത്ത മുഴുവനായിട്ടുള്ള പച്ചക്കറികൾ ഈ ഒരു ബിഗ് ബോക്സ് ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിനുള്ളിൽ, അതിലാണ് വെക്കുന്നത്. പയർ പോലെയുള്ള പച്ചക്കറികളൊന്നും ഞാൻ വേറെ ബാഗിലാക്കാറില്ല, ഇങ്ങനെ ജസ്റ്റ് വെക്കുകയാണ്. കാരണം അത് വാങ്ങിയ പിറ്റേ ദിവസം തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാറുണ്ട്. പിന്നെ അത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. ഇത് നമ്മൾ ഓണത്തിന് പൂക്കൾ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള തിരിച്ച് പൂക്കളും ഇവിടുത്തെ ഇലകളൊക്കെ വെച്ച് നമ്മൾ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. ഇനി ഓണത്തിന് കറികളൊക്കെ വെക്കാനുള്ള മൺകലങ്ങളെല്ലാം തന്നെ വാഷ് ചെയ്തെടുക്കണം. സാധാരണ രീതിയിൽ കറികളൊക്കെ വെക്കുമ്പോൾ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രത്തിൽ വെക്കാറ്. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെയുള്ള മൺകലം കഴുകിയപ്പോൾ നമുക്കതൊന്ന് ഉണക്കാനായിട്ട് വെക്കാം. കാരണം ഷെൽഫിൽ വെക്കിയിരിക്കുമ്പോൾ ഈർപ്പം വന്നിട്ട് അതിലിങ്ങനെ വെള്ള കളർ വരും. അപ്പോൾ അതിലുകൊണ്ടാണ് വാഷ് ചെയ്ത് വെയിലത്തുകൊണ്ട് വെക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും അതോടൊപ്പം അവിടെയുള്ള ഷെൽഫുകളിലൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റംസും പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് കൗണ്ടർ ടോപ്പിൽ എന്തിനാണ് ഇങ്ങനെ ഐറ്റംസ് വെച്ചിരിക്കുന്നത്, കാണുമ്പോൾ അത്ര ഭംഗി തോന്നുന്നില്ല, ഐറ്റംസ് കുറേ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഞാൻ ഒരുവിധം എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ വീട് പഴയ വീടാണ്. പഴയ വീട് നമ്മൾ റിനുവേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഷെൽഫുകളെല്ലാം തന്നെ പഴയ മോഡലിലാണ്. അത് ഞങ്ങളുടെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഹൈറ്റ് കുറവാണ്, താഴ്ന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഷെൽഫുകൾ വരുമ്പോൾ അതിൻ്റെ താഴെ ഷെൽഫുകളും വളരെ താഴ്ചയിലാണ്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കണം, അങ്ങനെ ഒരുപാട് കുമ്പിട്ടിട്ട് വേണം ഓരോ ഐറ്റംസ് എടുക്കണമെങ്കിലും അതിൽ പ്രത്യേകിച്ച് വേറെ ഷെൽഫുകളായിട്ട് ഉള്ളിലോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് വെക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗനൈസേഴ്സിൽ കാണുന്ന പോലെ വെക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി എടുത്തു കൊണ്ടുവരാമെന്ന് വെച്ചാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് പാചകം വളരെ ഫാസ്റ്റായിട്ടും പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കേണ്ട ഐറ്റംസ് എല്ലാം കാണത്തക്ക രീതിയിൽ ആ ഒരു ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഭംഗി മാത്രം നോക്കിയാൽ പറ്റില്ല. നമ്മുടെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ച് ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യണം. കാണുന്ന ഭംഗി മാത്രമല്ലല്ലോ, നമ്മൾ പണികൾ ഫാസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതാണ് നമ്മൾ ഐറ്റംസൊക്കെ പറ്റാവുന്ന ആ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിയ വീടുകളൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഷെൽഫുകളും അതിനനുസരിച്ചുള്ള ഹൈറ്റിലുള്ള ക്യാബിനറ്റ്സും ഇതൊക്കെ പല മോഡലിൽ ഇപ്പം ഉണ്ട്. പക്ഷേ നമ്മുടെ ഉള്ള വീട് ഭംഗിയാക്കാൻ നമുക്ക് ഈ രീതിയിലൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും എല്ലാവർക്കും എവിടെ ഇരിക്കണേന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഐറ്റം അവർക്ക് എടുത്ത് പാചകം ചെയ്യണമെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ ഞാൻ അവരെ ചെന്ന് സഹായിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം അതെവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഒതുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷെൽഫുകളിലുണ്ടായിരുന്ന എല്ലാ ബോട്ടിൽസും എടുത്തിട്ടൊന്ന് വൈപ്പ് ചെയ്യാണ്. ബോട്ടിലിൻ്റെ ഉള്ളിൽ ഓരോ തവണയും റീഫിൽ ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് കഴിയില്ല. അപ്പോൾ ഞാനത് കഴുകി വയ്ക്കും. അതിന് ശേഷം ഇത് മുഴുവനായിട്ടും നിറച്ച് വയ്ക്കും. പിന്നെ ഞാനത് ഇങ്ങനെ ഇടയ്ക്ക് ക്ലീനിങ് ചെയ്യുന്ന സമയത്തൊന്ന് ബോട്ടിൽസ് എടുത്ത് തുടയ്ക്കാറാണ് പതിവ്. നമ്മളിപ്പോഴും ഭരണികൾ സെലക്ട് ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളത് എടുക്കുക. ഇതുപോലെയുള്ള ഗ്രൂപ്പുള്ള മോഡൽ എടുത്താൽ അത് കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പിടിക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീനിങ്ങിന്. അതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ജാറുകൾ എപ്പോഴും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഉപ്പിൻ്റെ ജാറോ ഒരെണ്ണം പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ വേറൊരു മോഡൽ ജസ്റ്റ് തൽക്കാലമായിട്ട് ഇട്ട് വെച്ചതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള മോഡൽ ജാറ് വാങ്ങിയതാണ് കേട്ടോ. ഇതിന് 69 രൂപയെ വില ഉണ്ടായിരുന്നല്ലോ, ഓഫറിന് കിട്ടിയതാണ്. നല്ല ജാറാണ്, നല്ല ഹെവി ജാറാണ്. കല്ലുപ്പും പൊടിയുപ്പും ഞാനിങ്ങനത്തെ ജാറിലാണ് ഇട്ട് വെക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് ജനാലകളെല്ലാം തന്നെ തുടക്കുകയാണ് കേട്ടോ. ജനാലകൾ ഗ്രില്ലുകളും ഒക്കെ പ്രത്യേകിച്ച് സ്റ്റൗവിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഗ്രില്ലും എപ്പോഴും അഴുക്ക് പിടിക്കും, ക്ലീനിങ്ങിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ജനാല അവിടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ നിന്ന് പുറത്തെ കാഴ്ചകളും കാണാം. മാത്രമല്ല പാചകം ചെയ്യുമ്പോൾ അടുക്കളയിൽ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് എന്താ പറയുക, എല്ലാ മണമായാലും ഒക്കെ പുറത്തോട്ട് പോകാൻ പെട്ടെന്ന് എളുപ്പമാണ്. ജനലയുടെ അടുത്താണ് നമ്മുടെ സ്റ്റൗവ്. അപ്പം ഞാനിനി കൗണ്ടർ ടോപ്പിലെ ടൈൽസ് എല്ലാം തന്നെ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികം അഴുക്കുണ്ടെങ്കിൽ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. നമ്മുടെ ടൈലും അധികം അഴുക്കില്ല. അതിൻ്റെ റീസൺ 2 വർഷമായിട്ട് ഞാനിതുമ്പോൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ കീറിക്കളഞ്ഞു. ഇനി നമുക്കതിൽ പുതിയത് ഇന്ന് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ അത് ഇവിടുത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ലാസ്റ്റിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യും. ഇനി അവിടെ അടുത്തുള്ള ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ഞാൻ വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുന്നത് ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോർഷനൊക്കെ തുടയ്ക്കുന്നത്. താഴ്ഭാഗത്തെ ക്യാബിനറ്റുകളെല്ലാം തന്നെ വെള്ളവും പുൽത്തൈലവും ചേർന്ന സൊല്യൂഷൻ വെച്ചിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യുകയാണ്. പൊടി ചെറുതായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുടച്ചാൽ മതി. എണ്ണമയം കൂടുതലുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പും വെള്ളം വെച്ചിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്തിട്ട് തുടയ്ക്കേണ്ടത്. താഴെയുള്ള ക്യാബിനറ്റുകളും ഇതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ ഡെയിലി ബേസിൽ ഇവിടെ പാചകം ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എണ്ണയും അങ്ങനെയുള്ളെല്ലാം ഇതുമ്മയാവും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മുക്കിയൊന്ന് നന്നായി തുടച്ചാൽ നമുക്ക് വലിയ ക്ലീനിങ് പരിപാടി കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ ഷെൽഫുകളുടെ ഉള്ളിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ്. അത് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് അവിടെ ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. താഴ്ഭാഗത്തെ ഷെൽഫുകളും ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്. ചില സമയത്ത് പാത്രം കഴുകുമ്പോൾ സിങ്കിൽ നിന്നുള്ള വെള്ളം എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിലേക്ക് ലീക്ക് അടിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഇടയ്ക്ക് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ലൈനർ വിരിച്ചിട്ടാണ് പാത്രങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു വശത്തെ പണികളെല്ലാം തന്നെ കഴിഞ്ഞു. ഇനി മറുവശത്താണ് നമ്മൾ സ്പൂണും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഓർഗനൈസർ ഇത് ഒട്ടിക്കാൻ പറ്റുന്ന മോഡലാണ്. പക്ഷെ നമ്മൾ സ്ക്രൂ ചെയ്ത് കൂടി പിടിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് ഉറപ്പിന് വേണ്ടിയിട്ട്. ആ ഒരു ഏരിയയും കൂടി തുടക്കുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ വാൾപേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ള ചുമരായതുകൊണ്ട് നമ്മൾ അവിടെ അങ്ങനെ ഓർഗനൈസേഴ്സൊക്കെ വെക്കുമ്പോൾ നമ്മൾ കൈ തൊട്ട് അവിടെ അഴുക്ക് വരും. പിന്നെ ചുമരുമ്പോൾ അത് കഴുകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനത്തെ പോർഷൻസിലൊക്കെ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഞാൻ അവിടെ സ്പൂണും അതുപോലെ തന്നെ നമ്മൾ അളവ് കപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കാരണം കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കിട്ടുകയാണെങ്കിൽ എനിക്ക് വേഗം അടുക്കളയിൽ നിന്ന് പണികൾ കഴിഞ്ഞിട്ട് പോകണം. കുറേ നേരം അടുക്കളയിൽ ഇങ്ങനെ ഒതുക്കി വൃത്തിയാക്കി നിൽക്കാൻ എനിക്ക് പൊതുവെ താല്പര്യമില്ല. കാരണം വേഗം ഒതുക്കി വേഗം പണികൾ കഴിഞ്ഞാൽ വേഗം പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റംസ് എൻ്റെ കയ്യെത്തും ദൂരത്തെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ ഒരു ഓർഗനൈസർ വൈറ്റ് കളറിലുള്ള ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഇതുമ്മയാണ് നമ്മൾ സ്പൂണ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. സ്പൂണൊക്കെ വെക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസർ കുറച്ച് കഴിയുമ്പോൾ കഴുക്ക് പിടിക്കും. അപ്പോൾ അതൊന്ന് ഇടയ്ക്ക് ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റണം എന്ന് എനിക്കുണ്ട്. വേറൊരു മോഡലിൽ ഇങ്ങനെ ഡിസൈനുകൾ അധികമുള്ള പാത്രങ്ങളുടെ ഒരു പ്രശ്നം, പെട്ടെന്ന് അഴുക്ക് പിടിക്കും അതിൽ. അപ്പോൾ അതൊന്നും എനിക്ക് മാറ്റണം പിന്നീട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഞാൻ റീയൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീനിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഐറ്റംസ് വെക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മാത്രമല്ല ഇതുപോലെയുള്ള ഓർഗനൈസിങ് സ്റ്റാൻഡുകളുടെ ഉള്ളിലും പ്ലാസ്റ്റിക് കവറുകൾ വിരിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വിരിച്ചു കൊടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഈസി ആയിട്ട് കിട്ടും, അങ്ങനെ വിരിച്ചു കൊടുക്കാം. പല അളവിലുള്ള സ്പൂണുകൾ ഞാൻ അങ്ങനെ തരംതിരിച്ച് ഇത് ഈ ഒരു ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ ഉപ്പിൻ്റെ ഭരണിയും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ കിച്ചൺ മേക്ക് ഓവറിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. അന്നത്തെ ദിവസം വൈകുന്നേരം കേട്ടോ ബാക്കി പണികളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മസാലപ്പൊടികൾ, ചായപ്പൊടി, പഞ്ചസാരൊക്കെ വെക്കുന്നത് ഈ സ്റ്റാൻഡിലാണ്. ഇത് അത്യാവശ്യം നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. ഒരുപാട് ഐറ്റംസ് നമുക്ക് സുഖമായിട്ട് വെക്കാം. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, ഇത് ഭയങ്കര ബലമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാൻഡ് ഇങ്ങനെ മുന്നോട്ട് വീഴും. ഏതെങ്കിലും ഇടകളിലൊക്കെ വെച്ചാൽ അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ വേറൊരു ചെറിയ മേക്ക് ഓവർ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു പോർഷനിൽ നമ്മൾ ടയൽ 2 സെറ്റ് ടയൽ വീതമായിട്ട് അത്രയും ഹൈറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പുറത്തെ വശം അത്ര ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ചേട്ടൻ മരത്തിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് ഞങ്ങളത് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു പീസ് അവിടേക്ക് സ്ക്രൂ ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 വശത്തും ഒരുപോലെ ടൈൽ അളവിൽ വരും. അപ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു വൃത്തി എനിക്ക് തോന്നി. മറ്റേതെന്ന് വെച്ചാൽ കുറച്ചൊരു പോർഷനിൽ ടൈൽ കുറവും ഒരു പോർഷൻ കൂടുതലും ആയിട്ട് എന്തോ ഒരു അപാകത എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഭാഗം ഇതുപോലെ കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ജനലയുടെ അടുത്ത് ആ ഒരു ടൈൽ കുറച്ച് ഹൈറ്റിൽ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ആ ഒരു ഏരിയയ്ക്ക് തോന്നണ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മൾ വാൾപേപ്പർ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡിലുള്ളതാണ്. ക്രീമും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റിന് ഏകദേശം ഒരു മാച്ചിങ്ങുമാണ്. മുൻപ് നമ്മളൊരു സ്റ്റോണിൻ്റെ ഡിസൈൻ പോലെ, ബ്രിക്സിൻ്റെ ഡിസൈൻ പോലത്തെ ആയിരുന്നു. അതൊരു ഗ്രേ കളറായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചേഞ്ച് വേണമല്ലോ എന്തായാലും. അപ്പോൾ ഞാൻ മുൻപ് വാൾപേപ്പർ ഒട്ടിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് അത് ലാസ്റ്റ് ചെയ്തു. 2 വർഷം നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്തു. വാഷ് ചെയ്ത് വൃത്തിയാക്കാനോ ഒക്കെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒട്ടും കേട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് എയർ കയറാതെ വൃത്തിയായിട്ട് അത് ഒട്ടിക്കണം. അപ്പോൾ അതിന് 2 ആളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കാണ് കഴിഞ്ഞ തവണ വാൾപേപ്പർ ഒട്ടിച്ചത്. അപ്പോൾ 2 പേരുണ്ടാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പണിയുണ്ട്, പക്ഷെ നീറ്റായിട്ട് അത് ഒട്ടിച്ചാൽ നന്നാവും. പിന്നെ ടൈലും ഒട്ടിക്കുന്നതാണ് നല്ലത്. ചുമരും ഒട്ടിച്ചിട്ട് പിന്നെ നമ്മളത് കീറുമ്പോൾ പെയിൻറ്റ് അടർന്നു പോരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ടൈലും ഒട്ടിക്കുമ്പോൾ പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ കീറി കളഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ടൈല് വൃത്തിയാക്കാൻ പറ്റിയ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾ പോലെ ഇങ്ങനെ വരും, അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ട് അത് ഒട്ടിക്കാം. ഇനി ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ തിരിച്ചങ്ങോട്ട് വെക്കുക തന്നെയാണ് കേട്ടോ. വൈറ്റ് സ്റ്റാൻഡ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ കത്തികളൊക്കെ വെക്കാൻ ഒരു മാഗ്നറ്റ് നമ്മൾ ചുമരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ പിടിപ്പിച്ചു. അങ്ങനെ നമ്മുടെ അതേ കൗണ്ടർ ടോപ്പ് ഏരിയ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരു ഏരിയയിൽ ഇങ്ങനെ ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തി അവിടെ നിന്ന് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കും, ഹായ് നന്നായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ ഇഷ്ടമായത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വീട്ടിൽ ഇതുപോലെ വരുത്തുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ള ഒരു സ്പേസ് ഇതുപോലെ ഭംഗിയാക്കി എടുക്കാൻ വളരെ താല്പര്യം കേട്ടോ. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡും അതൊക്കെ ഞാൻ അവിടെ തിരിച്ച് വെക്കുകയാണ്. അതുപോലെ അതിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ അവിടെ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നല്ലൊരു യൂസ്ഫുള്ളാണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നനവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി നീക്കി വെക്കുക, സിങ്കിൻ്റെ ഒക്കെ അടുത്ത് വെക്കരുത്. കാരണം നനവ് വന്നാൽ തുരുമ്പ് പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ഓർഗനൈസറും ഇതുപോലെ ചുമരും ഉറപ്പിക്കുന്നതാണ്, ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നതാണ്. നല്ല സ്ട്രോങ് ആണ് ഇതിൻ്റെ ഗ്ലൂ. അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റുള്ള ബോട്ടിലൊക്കെ വെച്ചാലും ഇതുമ്പോൾ നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് വല്ല ഡെക്കറേഷൻ ഐറ്റംസും അങ്ങനെയൊക്കെ നമുക്ക് വെക്കാം. എനിക്ക് പൊതുവേ അങ്ങനെ കുറേ ഡെക്കറേഷൻ അടുക്കളയിൽ വെക്കുന്നത് അത്ര ഇഷ്ടമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഓയിലും ഇതൊക്കെ അതുമ്മയ്ക്ക് ആവുമ്പോൾ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറേ ഐറ്റംസ് കൊണ്ട് വെക്കുമ്പോൾ പ്രശ്നം അതാണ്. പക്ഷെ പിന്നെ എനിക്ക് ഇങ്ങനെ വെക്കാതെ നിവൃത്തിയില്ല ചില ഐറ്റംസൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ
ഓരോന്നും വെക്കുന്നത്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഓയിൽ ബോട്ടിൽ ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ്. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിയതിൽ ഏറ്റവും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ഓയിൽ ബോട്ടിലാണ്. പിന്നെ ഗ്ലാസ് ജാറുകളും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ള അതിൻ്റെ ലിഡ് നമ്മൾ നല്ലത് ഉള്ളത് സെലക്ട് ചെയ്യണം. ലിഡ് ഒന്നിങ്ങനെ കളേർഡ് ആയിട്ടുള്ള അടപ്പുകളുള്ള ജാറ് സെലക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. ഗോൾഡൻ അടപ്പുള്ള ജാറുകൾ എടുക്കരുത്, അത് ഭയങ്കരമായിട്ട് തുരുമ്പ് പിടിച്ച് പോവും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അത്യാവശ്യം എല്ലാ ഐറ്റംസും ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ട് മാത്രമേ റിവ്യൂ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു പ്ലാന്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്, മണി പ്ലാന്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ അടുക്കള ഓണത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പാചകം ചെയ്യാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹാപ്പി ഓണം.